ദിശയിലേക്ക് നടക്കാൻ തുടങ്ങി. വഴിയിൽ നിറയെ വർണ്ണശബളമായ പൂമ്പാറ്റകൾ പറന്നു നടക്കുന്നുണ്ടായിരുന്നു. തണുത്ത കാറ്റവൻ്റെ വലിയ ചെവികളിൽ വീശിയടിച്ചു. അവൻ ആസ്വദിച്ച് നടന്നു. പെട്ടെന്നാണ് മരക്കൊമ്പിലിരുന്ന മിത്തു എന്ന തത്ത അപ്പുവിനെ കണ്ടത്. മിത്തു വിളിച്ചു പറഞ്ഞു, അപ്പൂ, അപ്പൂ, നീ എങ്ങോട്ടാണ് ഈ ഒറ്റയ്ക്ക് പോകുന്നത്? ആ വഴി അപകടമാണ്. അമ്മ അറിയാതെ നീ പോകരുത്. അപ്പു തുതിക്കൈ ഉയർത്തി അഹങ്കാരത്തോടെ പറഞ്ഞു, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വലിയ കുട്ടിയായി. എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ പോകും. അപ്പു മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ചിന്നു എന്ന കുരങ്ങൻ അവനെ തടഞ്ഞു. അപ്പൂ, നിൽക്കൂ, മുന്നിൽ വലിയ ചതുപ്പാണ്. അതിൽ വീണാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. തിരികെ പോകൂ. ചിന്നുവിൻ്റെ വാക്കുകൾ അപ്പു പുച്ഛിച്ചു തള്ളി. ഹഹഹ, എന്നെ ഉപദേശിക്കാൻ വരണ്ട. എൻ്റെ ശക്തി നിനക്കറിയില്ല എന്നു പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. പതുക്കെ പതുക്കെ കാടിൻ്റെ ഭാവം മാറി തുടങ്ങി. പച്ചപ്പ് കുറഞ്ഞു വന്നു. മരങ്ങളെല്ലാം കരിഞ്ഞു ഉണങ്ങിയ പോലെയായി. സൂര്യപ്രകാശം കുറഞ്ഞു. എങ്ങും ഭീകരമായ നിശബ്ദത. അപ്പുവിന് ചെറിയ പേടി തോന്നി തുടങ്ങി. പെട്ടെന്ന് ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. വലിയൊരു ഇടിമുഴക്കം കേട്ടു. ദും! അപ്പു ഞെട്ടിവിറച്ചു. അവൻ തിരികെ ഓടാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ കാലുകൾ എന്തിലോ കുടുങ്ങിപ്പോയി. നോക്കുമ്പോൾ അവൻ വലിയൊരു ചതുപ്പിലാണ് നിൽക്കുന്നത്. അവൻ കാൽ വലിച്ചെടുക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. അമ്മേ!